വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ അതാ രാവിലെ എണിച്ചിട്ട് ഞാൻ ചൂടുവെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തൊന്നും നേരം വെളുത്തിട്ടില്ല, പുറത്തത്തെ പണിയെടുക്കാൻ. അപ്പോൾ അതിന് നേരം വെളുത്തിട്ട് വേണം പുറത്ത് പോകാൻ. അപ്പോൾ അവനെ കുസൃതി കണ്ട രാവിലെ തന്നെ അവനക്ക് കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് മിറ്റമൊക്കെ അടിച്ച് എല്ലാ പുറത്തത്തെ ആ ചെറിയ ചെറിയ പണി എടുത്തിട്ട് വേണമല്ലോ നമുക്കിനി ഉള്ളിലേക്ക് നാഷ്ടാക്കാൻ കയറണം. ഇവിടെ നല്ല തണുപ്പൊക്കെയാണല്ലേ, അപ്പോൾ ചൂടുവെള്ളം നമുക്ക് എപ്പോഴും വേണ്ടതാണ്. അപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് ചൂട് എത്ര തീയിട്ടെങ്കിലും ചൂടൊന്ന് കൊള്ളുന്നില്ല വെള്ളത്തിലേക്ക്, അത്ര തണുപ്പാണ്. അപ്പോൾ അങ്ങനെ ഞാനതാ പുറത്തത്തെ പണി കഴിഞ്ഞു ഉള്ളിലേക്ക് വന്ന് അപ്പോൾ ചെറുപയർ കറി വെക്കാമെന്ന് വിചാരിച്ചു. കുക്കറിലേക്ക് ഞാൻ ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എണിച്ച് ഇങ്ങനെ ആലോചിക്കുന്നവരുണ്ടാവും, എന്താണ് ഇന്ന് കറി വെക്കുക, ഇന്ന് എന്താണ് അപ്പം ചൂടാന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ കറി വെക്കാനാണ് ഒരു ഈസിയായ ഒരു കറി കേട്ടോ ഇത്. ചെറുപയർ കറി നമുക്ക് ചെറുപയർ ഇരിപ്പുണ്ടെങ്കിൽ എളുപ്പത്തിലൊന്നും ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയ കറി. നല്ലൊരു ടേസ്റ്റുമാണ് അപ്പത്തിന്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. ലഞ്ച് ബോക്സിനായാലും ഇട്ട് കൊടുക്കാനൊക്കെ നല്ലൊരു കറിയാണ്. അപ്പോൾ നല്ല ഉടഞ്ഞിരിക്കണം അപ്പത്തിന്, നല്ല വേവിച്ചിട്ട് കുറച്ച് നല്ല ഉടച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കറിയൊന്നായി കിട്ടി. അപ്പോൾ കറിയൊന്നായെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അപ്പം ചൂട് അപ്പം കുട്ടികൾക്ക് ചുട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ അരിപ്പൊടി ഞാൻ കഴുകി റേഷനിൽ നിന്ന് കൊടുന്ന അരി കഴുകി ഉണക്കി പൊടിപ്പിച്ച പത്തിരി പൊടിയാണിത്. അപ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും പത്തിരി. അപ്പോൾ അതങ്ങനെ അപ്പമൊക്കെ ചുട്ട് ലഞ്ച് ബോക്സിലേക്ക് ഇട്ട് കൊടുത്ത് കുട്ടികൾ നാഷ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊന്ന് പുറത്ത് ഇറങ്ങി കിട്ടുമോളോ നമുക്ക് ഭയങ്കര ഒരു തിരക്ക് കിട്ടും ആ സമയമാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് പണി എങ്ങനെ എടുക്കാം. അങ്ങനെ കുട്ടികൾ പോയി ഞാനും നാഷ്ടാക്കി. അപ്പോൾ ഉച്ചക്കത്തില്ല തയ്യാറെടുപ്പാണ്. അപ്പോൾ ചപ്പ് കാരണം ഞങ്ങൾ പേരൻ്റെ അടുത്ത് വരും, ആഴ്ചയിൽ 2 പ്രാവശ്യം വരും. അപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് വാങ്ങിയ ചപ്പ് പച്ചക്കറിയാണ്. അപ്പോൾ ബീൻസും വെണ്ടക്കായും ക്യാരറ്റും. അങ്ങനെ ഇത് ഉലുവ ചപ്പാണ്. അപ്പോൾ ഇത് ഒക്കെ നന്നാക്കിയിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കറി വെക്കാൻ അങ്ങോട്ട് എളുപ്പമായി കിട്ടും ആ ഒരു പണി. അപ്പോൾ അതങ്ങനെ ഇതാ ഉച്ചക്കത്തേക്ക് മീൻ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് കറി വെച്ചെങ്കിൽ വൈകുന്നേരം വരെ നമുക്ക് എളുപ്പമാവുമല്ലോ. വൈകുന്നേരം കറി വെക്കുന്ന പറഞ്ഞത് ഭയങ്കര ഒരു മടിയാണ് ആ സമയത്ത്. അപ്പോൾ ഞാൻ ഉച്ചക്കാലത്ത് തന്നെ ഇതൊക്കെ തീർത്ത് വെക്കും, ചോറ് കറീൻ്റെ പണിയൊക്കെ. അങ്ങനെ ഞാൻ കുറച്ച് ഗസി പോലെ ആക്കിയിട്ട് അങ്ങോട്ട് റോസ്റ്റ് വറ്റിച്ചേക്കാണെന്ന്. അപ്പോൾ ഞാൻ പുറത്ത് തീ കാണലുണ്ടായിന്, അതിലേക്ക് വെച്ചിട്ട് നല്ല ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് മീൻ. അപ്പോൾ വൈകുന്നേരം ഞാൻ കുടുംബശ്രീക്ക് പോയി അവിടെ. അപ്പോൾ അവിടെ കണ്ട കോഴികൾ എന്തൊരു പാങ്ങ് കോഴിക്കുട്ടികൾ, നല്ല രസമുണ്ടായിന് കോഴിക്കുട്ടികൾ. അതുപോലെ തന്നെ മുയലുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരേ ഒരു മുയലുണ്ട് വലുത്. അപ്പോൾ കോഴിക്കുട്ടികളിലപ്പോൾ നല്ല സ്നേഹത്തോടെ ഉണ്ട് അത്. അപ്പോൾ അതാ ഞാൻ പരക്കെത്തി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതേപോലത്തെ ഒരു പുതിയൊരു വീഡിയോയുമായി ഞാൻ പിന്നെ വരുന്നുണ്ട്. അതുവരെ ബൈ ബൈ.